ഹായ് ഹലോ ഹൗ ആർ യു സുഖമാണ് എനിക്കറിയാം. എന്നാൽ ഞാൻ വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ വെൽക്കം ടു എജുപോർട്ടിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിലാർക്ക് വെറുതെ ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു 5 മിനിറ്റിൻ്റെ പരിപാടി, പെട്ടെന്ന് തീരും. ആ ഒരു ബാക്ക് അടിച്ച് പോകരുത് കേട്ടോ, ദയവ് ചെയ്ത് വരൂ. അപ്പോൾ ലോക്കോമോഷൻ വിത്തൗട്ട് സ്കെലറ്റൺ, അതായത് സ്കെലറ്റണൊന്നും ഇല്ലാതെ, അസ്ഥികൂടൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ എന്നെ സഹായിക്കുന്നതല്ല എൻ്റെ എല്ലുകളല്ലേ. ഇപ്പോൾ ഇനി ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കടുവ, ആന, പോത്ത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇവർക്കൊക്കെ നടക്കാനും ഓടാനും ചാടാനൊക്കെ അവരുടെ എല്ലുകളൊക്കെയാണ് സഹായിക്കുന്നത്, എല്ലുകളും മസിൽസൊക്കെ. പക്ഷേ ഈ എല്ലും മസിൽസും ഇതൊന്നും ഇല്ലാത്ത ചില ജീവികളുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ, പാരമീസിയം ഇത്തങ്ങളൊക്കെ, അതായത് യൂഗ്ലിന, അതായത് കുഞ്ഞു കുഞ്ഞു ജീവികൾ, ഇവരെ അതായത് ബാക്ടീരിയയും പാരമീസൊക്കെ അറിയില്ലേ, നമ്മൾ 7ാം ക്ലാസ്സിൽ കണ്ട് പഠിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ, ആ ചെറിയ ജീവികളിൽ ശരിക്കും ബോൺസ് ഒന്നും ഇല്ല, സ്കെലിട്ടണൊന്നും ഇല്ല, അസ്ഥികൂടൊന്നും ഇല്ല. പിന്നെ ഓരെങ്ങനെ ചലിക്കണേ, ഓരെങ്ങനെ മൂവ് ചെയ്യണത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് പാരമീസിയത്തിനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? പാരമീസിയം. ഓക്കെ, പാരമീസിയം എന്ന് പറഞ്ഞാൽ അതൊരു ജീവി കേട്ടോ, അതൊരു ഓർഗനാണ്. പാരമീസിയം, സോറി, ഓർഗൻ അല്ല, ജീവി. ഓക്കെ, ഈ പാരമീസിയം ജലത്തിലാണ് ജീവിക്കുക. എവിടെ ജീവിക്കുക? ജലത്തിലാണ് ജീവിക്കുക. ഓക്കെ, വാട്ടറിലാണ് ഉണ്ടാവുക. വാട്ടറിൽ ഈ പാരമീസിയത്തിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് സീലിയ. എന്താ പേര്? സീലിയ. പാരമീസിയം സീലിയ സി. ഓക്കെ, അപ്പം അങ്ങനെ കണക്ട് ചെയ്തോളി. പാരമീസിയത്തിനെ ലോക്കോമോഷന് സഹായിക്കുന്നത്, അതേപോലെ മൂവ്മെന്റിന് ചലിക്കാൻ സഹായിക്കുന്നത് ആരാണ്? സീലിയയാണ്. ആരാണ്? സീലിയ. ഈ സീലിയ പാരമീസിയത്തിൻ്റെ ബോഡിയിൽ എവിടെ കാണപ്പെടാമെന്ന് ചോദിച്ചാൽ, പാരമീസിയത്തിൻ്റെ സർഫസിന്, ഇപ്പോൾ ഇതൊരു പാരമീസിയാണെങ്കിൽ ആ പാരമീസിയത്തിൻ്റെ സർഫസിലെ നീളം കുറഞ്ഞ തന്തു, എന്താണ് നീളം കുറഞ്ഞ തന്തു, ഷോർട്ട് ഫിലമെൻറ്റ്, അവിടെ പോയി സ്മാൾ പ്രോട്ടീൻ ഫിലമെൻറ്റ് അല്ലെങ്കിൽ ഷോർട്ട് പ്രോട്ടീൻ ഫിലമെൻറ്റ്. ഇതൊരു പാരമീസിയാണെങ്കിൽ ആ പാരമീസിയത്തിൻ്റെ മുകളിലുള്ള ചെറിയ കുഞ്ഞു സ്മാൾ പ്രോട്ടീൻ ഫിലമെൻറ്റ്, കുറഞ്ഞ ചെറിയ തന്തു, നോട്ട് തന്ത കേട്ടോ, ചെറിയ തന്തു, തെറി വിളിച്ചതല്ല കേട്ടോ. ഓക്കെ, അതായത് സ്മോൾ ഫിലമെൻറ്റ്, നീളം കുറഞ്ഞ ചെറിയ പ്രോട്ടീൻ തന്തു, നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുവാണ് ആര്? ഈ സീലിയ. ആ സീലിയാണ് പാരമീസിയത്തിന് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. ഓക്കെ, സ്മാൾ പ്രോട്ടീൻ ഫിലമെൻറ്റ് സീൻ ഓൺ ദ സർഫസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ലോക്കോമോഷൻ ഓഫ് പാരമീസിയം. ദാറ്റ്സ് സാധനം ഈസ് നോൺ ആസ് സീലിയ. ഓക്കെ, അപ്പോൾ പാരമീസിയം, സീലിയ, അത് മാത്രം ഓർത്ത് വെക്കുക. അടുത്ത ജീവിയാണ് യൂഗ്ലീന. എന്താ പേര്? യൂഗ്ലീന. പിന്നെ ഇതാട്ടോ പാരമീസിയം എന്ന് പറഞ്ഞ ജന്തു. ഇനി യൂഗ്ലീന, ഇവനാണ് യൂഗ്ലീന. യൂഗ്ലീന എന്ന് പറയുന്ന ഈ ചങ്ങായി വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂഗ്ലീനക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വേറൊരുത്തനാണ്. ആരറിയോ? ഫ്ലജെല്ലം. ആരാണ്? ഫ്ലജെല്ലം. അപ്പോൾ പാരമീസിയത്തിന് സീലിയായിരുന്നു, എന്നാൽ യൂഗ്ലീനയെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. ആരാണ്? ഫ്ലജെല്ലം. അപ്പോൾ യൂഗ്ലീനയെ ഫ്ലജെല്ലം. ഇനി സീലിയ ഒരു നീളം കുറഞ്ഞ പ്രോട്ടീൻ ഫിലമെൻ്റ് ആയിരുന്നുവെങ്കിൽ നമ്മളെ ഫ്ലജെല്ലം നീളം കൂടിയ പ്രോട്ടീൻ ഫിലമെൻ്റ് ആണ്. കണ്ട ഇവിടെ വലിയൊരു വള്ളി, നീളം കൂടിയൊരു വള്ളി, അതാണ് നീളം കൂടിയ ചാട്ട പോലെയുള്ള പ്രോട്ടീൻ തന്തുവാണ് ആര്? ഫ്ലജെല്ലം. ഓക്കെ, ലോങ് വിപ്പ് ലൈക്ക് പ്രോട്ടീൻ ഫിലമെൻ്റ് ആണ് ഫ്ലജെല്ലം. മറ്റേത് ഷോർട്ട് ഫിലമെൻ്റ് ആണ് എന്ത്? സീലിയ. ഓക്കെ, അപ്പോൾ പാരമീസിയം സീലിയ, പിന്നെ അതേപോലെ തന്നെ യൂഗ്ലീൻ എന്താണ്? ഫ്ലജെല്ലം. ഓക്കെ, ഇനി അടുത്തത് മണ്ണിര അല്ലെങ്കിൽ എർത്ത്. നമ്മളെല്ലാവരും കണ്ടുക്കും മണ്ണിര മൂവ് ചെയ്യുന്നത്, കണ്ടുക്കും ഇങ്ങനെ മണ്ണിര മൂവ് ചെയ്യാം. ഈ മണ്ണിരക്ക് ശരിക്കും മൂവ് ചെയ്യാൻ മണ്ണിരൻ്റെ ബോഡിയിൽ എല്ലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ മണ്ണിരക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ 3 ആളുകളാണ്. എത്ര ആളുകളാണ്? 3 ആളുകളാണ്. ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് മസിൽസാണ് ഇതിനെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം മസിൽസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികൾ കാണപ്പെടുന്നു. ഒന്നാമത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും, രണ്ടാമത്തേത് സർക്കുലാർ മസിൽസും. ലോഞ്ചിറ്റ്യൂഡിനലും സർക്കുലാറും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വലയപേശികളും ദീർഘപേശികളും. നമ്മുടെ മണ്ണിരൻ്റെ ബോഡിയിൽ വലയപേശികളുണ്ട്, ദീർഘപേശികളുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ഉണ്ട്, സർക്കുലാർ മസിൽസ് ഉണ്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിരയെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. അപ്പോൾ ഈ വലയപേശികളും അതേപോലെ ദീർഘപേശികളും ഇവരെന്ത് ചെയ്യുന്നവർ? കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ പോയി ഇതവിടെ ഉണ്ട്. ഇവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നത്. അതായത് ഈ മസിൽസ് ഇല്ലേ, ഈ ലോഞ്ചിറ്റ്യൂഡിനലും അതേപോലെ തന്നെ സർക്കുലർ മസിൽസും അവരിങ്ങനെ കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് മണ്ണിര മണ്ണിരൊന്ന് മുന്നിക്ക് പോയിട്ട് തുള്ളി ബാക്ക് വരും, എന്നിട്ട് പിന്നെ ഒന്നുകൂടി മുന്നിക്കും, പിന്നെ ബാക്ക് വരും, പിന്നെ ഇങ്ങനെയല്ലേ മണ്ണിര മൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയല്ലേ
ഇങ്ങനെ മണ്ണിൽ മൂവ് ചെയ്യുക. ആ മൂവ്മെൻറ്റിന് സഹായിക്കുന്നവരാണ് ഈ രണ്ട് മസിൽസ് ആണെന്നെങ്കിലും ആലോചിച്ച് വെക്കുക. അത് മാത്രം ഓർത്താൽ മതി. ലോഞ്ചിറ്റ്യൂഡൽ മസിൽസും സർക്കുലർ മസിൽസും, മലയാളത്തിൽ വലയ പേശികളും ദീർഘപേശികളും. ഇത് കൂടാതെ മണ്ണിരയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചങ്ങായിണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന apart from these muscles, ഈ മസിൽസിന് കൂടാതെ apart from these muscles a tiny structure, ഒരു ചെറിയ സാധനം projecting out from the body. ഓക്കെ, മണ്ണിരയുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ സ്ട്രക്ചർ. ഇതാണ് മണ്ണിരൻ്റെ ബോഡി എങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ കൊമ്പ് പോലെ, ചെറിയ കുഞ്ഞു കൊമ്പാട്ടോ, ഒരു ചെറിയ കൊമ്പ് പോലെ പൊന്തി നിൽക്കുന്ന ചെങ്ങയാണ് സീറ്റ്. എന്താ പേര്? സീറ്റ്. ചീറ്റല്ല, സീറ്റ. പിന്നെ അങ്ങനത്തെ കുറേ ഉണ്ടാവും, അതുകൊണ്ട് സീറ്റകൾ. എന്താണ്? സീറ്റകൾ അല്ലെങ്കിൽ സീറ്റ്. അപ്പോൾ മണ്ണിരയുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകളും എന്തിനു സഹായിക്കുന്നുണ്ട്? സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിരനെ ശരിക്കും ആരൊക്കെ സഹായിക്കുന്നത് ചോദിച്ചാൽ, ഒന്ന് സീറ്റകളും പിന്നെ രണ്ട് ടൈപ്പ് പേശികളും. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ് പേശികൾ? ദീർഘപേശികളും വലയപേശികളും. എന്നാൽ പാരമീസിയത്തിലോ അത് സീലിയ, യൂഗ്ലിനയിലോ അത് ഫ്ലജെല്ലം. ഓക്കെ, എന്നാൽ നമ്മളെ കേസിലോ നമ്മൾ അസ്ഥികൂടം കേട്ടോ. നമ്മൾ അസ്ഥികൂടല്ലേ നമ്മളെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാതും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്നും കൂടി എന്ത് ചെയ്യുക, റിവൈൻഡ് അടിച്ചിട്ട് ഒന്നും കൂടി കാണുക. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവർക്കും എന്ത് ചെയ്യുക, എൻ്റെ വക ഒരു ഹാർട്ട്. ഓക്കെ, കാണാം. ബൈ, സി യു.